പലതരത്തിലുള്ള എതിർ പ്രചാരണങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്, തെരഞ്ഞെടുപ്പിലും. പക്ഷേ ആ പരിധികളെല്ലാം കടന്നുകൊണ്ടുള്ള പ്രചാരണങ്ങളിലേക്ക്, അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കും വാർത്തകളിലേക്കും ഒക്കെ കടന്നുകൊണ്ടിരിക്കുകയാണ് വടകര ലോക്സഭാ മണ്ഡലം. ആ സമയത്ത് കൂടിയാണ് ഇടത് സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ നമുക്കൊപ്പം ചേരുന്നത്. ടീച്ചറെ, പ്രചാരണം പലതരത്തിൽ, ഈ പറഞ്ഞ പോലെ തന്നെ എതിർപക്ഷത്ത് നിന്നുള്ള ആക്രമണം അത് പലതരത്തിലുണ്ടാവാറുണ്ട്. ടീച്ചറുടെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ അതിൽ നിന്നെല്ലാം മറികടന്ന് പരിധി കടന്നുകൊണ്ടുള്ള ഒരു വിഷയമായി പോയി എന്ന് തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചതല്ല യഥാർത്ഥത്തില്. കുറച്ചൊക്കെ അത്തരത്തിലുള്ള ബുള്ളിങ് ഒക്കെ ഉണ്ടാകും. നമ്മളൊന്നും അതങ്ങനെ കാര്യമാക്കാറില്ലേ. ഇപ്പൊ നമ്മളൊക്കെ പോസ്റ്റൊക്കെ ഇട്ട് അതിന്റെ അടിയിലൊക്കെ ചിലര് ഓരോരുത്തരുടെ സംസ്കാരം അനുസരിച്ചിട്ടാണല്ലോ വാചകങ്ങളൊക്കെ ഉപയോഗിക്കുക. അപ്പൊ അത് ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളതല്ലാതെ അതിന്റെ മേലെ പിന്നെ പറയാറില്ല. പക്ഷെ ഇത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്നത് പോലെ നുണക്കഥകൾ ഉൽപ്പാദിപ്പിച്ചു വിടുകയാണ്, ഒന്നിനു പുറകെ മറ്റൊന്നായി. ആദ്യം കുറെ ഞാൻ നെഗ്ലക്ട് ചെയ്തു, അത് പോട്ടെ, അതൊന്നും ആരും കാര്യമാക്കില്ല എന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ ഇന്റൻഷനലായിട്ട് കുടുംബ ഗ്രൂപ്പുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നെ കുറെ സ്ത്രീകളൊക്കെ വിളിച്ചു, ഓരോ ടീച്ചറെ കൊണ്ട് വളരെ മോശമായിട്ട് ഇങ്ങനെ ഞങ്ങളെല്ലാം ഗ്രൂപ്പുകളിൽ ഇടുന്നു. ആരാ ഇടുന്നത്? അപ്പോൾ ചില ID നമുക്ക് പിടികിട്ടി. ആ ID പരിശോധിച്ച് നോക്കുമ്പോൾ അത് UDFന്റെ ഇലക്ഷൻ പ്രചരണം നടത്തുന്ന ഒരു ഗ്രൂപ്പാണ്, പിന്നെ ഫേസ്ബുക്ക് പേജുകളാണ്. അപ്പൊ അവർക്കായിട്ട് പ്രചരണം നടത്തുന്ന പേജുകളാണ്. അപ്പൊ അതിനകത്ത് തുടർച്ചയായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അതെല്ലാം നോക്കിയിരിക്കണോ? അതിലെ ഏറ്റവും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലാണ് കൂടുതൽ പ്രചരിപ്പിച്ചത്. കാരണം സ്വാഭാവികമായിട്ടും എല്ലാ വിഭാഗത്തിലും പെട്ട സ്ത്രീകളും പുരുഷന്മാരും എല്ലാം, ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്ത് ചില ക്രൈസിസുകൾ നേരിട്ടപ്പോൾ ഞാനതിൽ രാഷ്ട്രീയമൊന്നും കണ്ടിട്ടില്ല. ഒരാളിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും ആശ്വാസം എന്നുള്ള നിലയിൽ ആരും മരിച്ചു പോകരുത് ആ കാലത്തിൽ എന്ന് വെച്ചിട്ട് മുഴുവൻ സമയവും വളരെ ശ്രദ്ധേയമായി പ്രവർത്തിക്കുക ചെയ്തത്. കോവിഡ് ആയാലും നിപ്പ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതൊന്നും അത്ര എളുപ്പമൊന്നും ആയിരുന്നില്ല. പുറമേ നാളുകൾ നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ദൈനംദിനം നേരാവണ്ണം വിശ്രമിക്കുക പോലും ചെയ്യാതെ ഞാൻ മാത്രമല്ല, എന്റെ ടീമും എല്ലാം, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വലിയ ചീഫ് സെക്രട്ടറി ഒക്കെ ചേർന്നുകൊണ്ടുള്ള വലിയ ടീം അതുണ്ട്, ഹെൽത്തിന്റെ ടീമുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ ആ ആരോഗ്യ പ്രവർത്തകർക്ക് ഒരു സ്വൈര്യം കൊടുത്തിട്ടില്ല എന്ന് പറയാം. ലീവ് പോലും അവർക്ക്, ആദ്യമൊക്കെ ലീവ് ചോദിച്ചവർ പിന്നെ ലീവ് ചോദിക്കാതായ, ദേഷ്യം വന്നിട്ടല്ല, പ്രവർത്തിക്കാനുള്ള ടീച്ചർ ഞങ്ങൾക്ക് മനസ്സിലാവുന്നു. ഇപ്പം ഞങ്ങൾ ഇതൊന്ന് രണ്ടിലൊന്നും ആയിട്ടേ പിന്നെ ഇത് അടങ്ങിയിട്ട് മാത്രമേ ഞങ്ങൾ ലീവ് എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടികളെയൊക്കെ കുടുംബ വീട്ടിലൊക്കെ കൊണ്ടുപോയി ആക്കിയിട്ട് ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ എനിക്ക് അവരെയൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ 10 പറഞ്ഞാൽ 100 തിരിച്ചു കിട്ടുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല, പക്ഷെ അത് ഉണ്ടായി എന്നുള്ളത് അതിന്റെ മുന്നിൽ അവരുടെയൊക്കെ ഒരു എന്താ പറയേണ്ടത്, ഒരു അപെക്സ് ആയിട്ട് നിന്നത് ഞാനാണ്. പിന്നെ എല്ലാവരോടും നിങ്ങൾ ഭയക്കരുത്, ഞങ്ങളെല്ലാം ഒരുക്കവും ചെയ്യുന്നുണ്ട്. എല്ലാം ഒരുക്കവും ചെയ്യുന്നുണ്ടെന്ന് വെച്ചിട്ട് മിണ്ടാതെ ഒരിടത്ത് ഇരുന്നാൽ ഒരു ഒരുക്കം ഉണ്ടാവില്ലല്ലോ. ആ ഒരുക്കം ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നതിന് വേണ്ടി നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരുന്നില്ലേ. അപ്പൊ അതെല്ലാം കാണുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഈ ടീച്ചർ അങ്ങനെ ചെയ്തിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുന്നോ എന്ന ഭയമാണോ ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഈ കോവിഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം അത് പൊളിറ്റിക്കലി ആരോപണമാണ്, അതിനകത്ത് തിരുത്തി പറയാനൊന്നുമില്ല എന്നുള്ളൊരു നിലപാട് UDFും സ്ഥാനാർത്ഥിയും എല്ലാവരും എടുക്കുന്നുണ്ട്. അതെ, അത് എന്താ അതിലെ ഒരു ആരോപണം? നിങ്ങൾ നോക്കൂ, ഞാൻ PPE കിറ്റ് 1500 രൂപ കൊടുത്ത് വാങ്ങി എന്നുള്ളതാണ്. ഞാൻ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അസംബ്ലിയിൽ വളരെ വിശദമായി ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ലേ. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതി ആലോചിച്ച് എടുത്ത തീരുമാനം. മാർക്കറ്റിൽ സ്കാഴ്സിറ്റി വന്നു, കിട്ടാനില്ല, വില കൂടി. ആ വില കൂടിയ 1.5 മാസക്കാലം. അപ്പോ അന്നേരം വാങ്ങണ്ടെന്ന് വെച്ചാൽ കുറെ ഡോക്ടർമാരും നഴ്സുമാരും മരിച്ചു പോവും. അതൊരു ഡിസാസ്റ്ററിന്റെ സമയത്ത് വളരെ പെട്ടെന്ന് ഉചിതമായ തീരുമാനം എടുക്കണ്ടേ. അപ്പൊ ഞങ്ങൾ അത് വാങ്ങി. ഞങ്ങൾ ഓർഡർ ചെയ്ത് അത്രയൊന്നും കിട്ടിയില്ല, കുറച്ച് മാർക്കറ്റിൽ ഇല്ലായിരുന്നു. അപ്പൊ കിട്ടിയത് വെച്ച് ഞങ്ങൾ ഈ ഡോക്ടർമാരും നഴ്സുമാരും ജീവൻ കളയാതെ സംരക്ഷിച്ചു. പിന്നെ കുറച്ച് മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ വില കുറഞ്ഞു. പല വിലക്ക് വാങ്ങിയിട്ടുണ്ട്, 500 രൂപക്ക് വാങ്ങിയിട്ടുണ്ട്, 860 രൂപക്ക് വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 1500 രൂപക്ക് വാങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ കഴിയാത്തവരാണോ ഈ നാട്ടിലെ ജനങ്ങൾ? അതുകൊണ്ട് അവരുടെ ആ പ്രചരണം അതിന്റെ മുനയൊടിഞ്ഞു. കാരണം കോൺഗ്രസിനകത്തുള്ള ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇങ്ങനെ പറയുന്നത് ധാർമ്മികമല്ല. കാരണം 10 രൂപയുടെ മാസ്ക് ഞങ്ങൾ 60 രൂപ മുതൽ 100 രൂപ വരെ കൊടുത്ത് വാങ്ങിയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ.
പിന്നെ ധാരാളം മാസ്ക് സ്റ്റിച്ച് ചെയ്ത് മാർക്കറ്റിൽ എത്തിക്കാൻ പല മേഖലയിലും തുടങ്ങിയപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ആരോപണങ്ങൾ അവരിപ്പോഴും ഉറച്ചു നിൽക്കുന്നെങ്കിൽ അവർ നിൽക്കട്ടെ. ആ ആരോപണങ്ങളൊക്കെ പൊളിഞ്ഞു എന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു ക്യാരക്ടർ അസാസിനേഷൻ, ഒരു വ്യക്തിഹത്യ തന്നെ നടത്തിക്കൊണ്ടുള്ള ഒരു ആരോപണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവുക. അങ്ങനെയാണോ ടീച്ചർക്ക് തോന്നുന്നത്? ഞാൻ അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം അതൊന്നും പിടിച്ചില്ല. അതൊരു കോൺഗ്രസ് പ്രവർത്തകയെ കൊണ്ട് കേസൊക്കെ കൊടുപ്പിച്ചെങ്കിലും അതിനൊന്നും അവരെടുത്ത് യാതൊരു തരത്തിലോ ഉപോത്ബലകമായിട്ടുള്ള ഒരു കാര്യം അവരെടുത്തില്ല. അപ്പോ അതുകൊണ്ടായിരിക്കണം. എന്നാ പിന്നെ എങ്ങനെയാണ് എന്റെ വ്യക്തിത്വം അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നശിപ്പിക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിച്ചത്. അതിനുവേണ്ടി പല അടവും പ്രയോഗിച്ചു നോക്കി. അതിലൊന്നൊരു പോർണോ ചിത്രം, ഒരു വൃത്തികെട്ട ചിത്രത്തിന്റെ അകത്ത് എന്റെ തല ചേർത്തുകൊണ്ട് മോശമായ രീതിയിൽ അവര് അത് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. വളരെ മോശമായ രീതിയിൽ. ആ ചിത്രം കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത അസ്വസ്ഥതയുണ്ടാവും. കാരണം നമ്മളൊന്നും ഒരിക്കലും അങ്ങനെയൊന്നും ഒരു വേഷവും അല്ലല്ലോ നമ്മൾ. അല്ല, അങ്ങനെ ഒരു പ്രചാരണം ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു കേരളം അങ്ങനെ വിറ്റ്നസ് ചെയ്തിട്ടേ ഇല്ല. ഇല്ല, ആരും. പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരില്ലേ, UDF നേതാക്കന്മാരോടുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വെറുപ്പുണ്ടോ? പൊളിറ്റിക്കലായിട്ടുള്ളതല്ലാതെ അവരിൽ പലരും എന്നോട് ഭയങ്കര സൗഹൃദത്തിൽ പെരുമാറാറുണ്ടല്ലോ. എന്നോട് മാത്രമല്ല, പരസ്പരം കുടുംബ ബന്ധങ്ങൾ, അതുപോലെ തന്നെ പരസ്പരമുള്ള പെരുമാറ്റം, അതൊന്നും വ്യക്തിപരമല്ലല്ലോ. ഈ വ്യക്തിപരമായിട്ട് ഇങ്ങനെ വൃത്തികെട്ട പോസ്റ്റർ ഇറക്കുമ്പോൾ അവർക്ക് ആർക്കെങ്കിലും തോന്നണ്ടേ അതൊന്ന് ശരിയല്ല, ഞങ്ങളറിയില്ല ആരോ എന്ന് പറഞ്ഞിട്ട് ഒഴിയാണ്. അതെങ്ങനെയാണ്? ആ പേജുകളിലല്ലേ ഇവരുടെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ വരുന്നത്? അപ്പൊ അത് അവരുടെ പേജല്ലേ? അല്ല, ഇന്നലെ നമ്മൾ UDF സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ പറയുന്നത് ഞാൻ അങ്ങനെ ഒരു എന്റെ പൊളിറ്റിക്കൽ കരിയർ നശിപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്യും, അതിന് ഉത്തരവാദിത്തം എന്റെ തലയിൽ വരില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഇത് UDF അറിഞ്ഞുകൊണ്ടാണ്, എതിർ സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ടാണ് എന്ന് തന്നെയാണ് ടീച്ചർ വിശ്വസിക്കുന്നത് അല്ലെ? ഞാൻ ഒരാളെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താൻ തയ്യാറാവുന്നില്ല. ഞാൻ എന്റെ എതിർ സ്ഥാനാർത്ഥിയെയും ഇന്ന് വരെ അസംബ്ലിയിലൊക്കെ സംസാരിക്കുമ്പോഴും അതിന്റെ മാന്യത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഞാൻ അവരെയൊക്കെ സംബോധന ചെയ്യാറുള്ളൂ, പറയാറുള്ളൂ. അവരുടെ എല്ലാം ഇടയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്, വ്യക്തിപരമായിട്ട് തന്നെയുണ്ട്. പക്ഷേ ചെറുപ്പക്കാരായിട്ടുള്ള ഇത്തരം നേതാക്കന്മാർ ആലോചിക്കണം. ഇതില് എനിക്ക് അപകടം വരുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ അപകടം വരുന്നു പിന്നീട് മനസ്സിലായിട്ടുണ്ടാവുക. ആദ്യം അത് ഗുണം ചെയ്യുമെന്ന് കരുതിയോന്ന് എനിക്കറിയില്ല. അതെല്ലാം പരിശോധിക്കേണ്ടതാണ്. ഞാൻ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. പലപ്പോഴും ചില ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് സ്വന്തം പാർട്ടിക്കകത്തുള്ളവർക്കെതിരായിട്ട് പോലും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ ഈ സ്ഥാനാർത്ഥിയെയോ അല്ലെങ്കിൽ അയാളെ വ്യക്തിപരമായിട്ടോ ഒന്നും പറയാൻ പുറപ്പെട്ടിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ടി പ്രചരണം നടത്തുന്ന പേജുകളിൽ എന്നെ ഇത്ര അപകീർത്തിപ്പെടുത്തുന്ന ചിത്രം അത് പ്രത്യക്ഷപ്പെട്ടാൽ അന്ന് അതിനെ നിഷേധിക്കണ്ടേ? ചുരുങ്ങിയ പക്ഷെ ഞാനതിങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ട്, അത് ശരിയല്ല, ഞങ്ങളുടെ പേജിൽ കയറിയിട്ട് ആരാണ് ഇങ്ങനെ ചെയ്തത്, അത് ശരിയല്ല എന്ന് പറയണ്ടേ? അവരിൽ ചിലരെ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാനതും ഇപ്പൊ പറഞ്ഞില്ല. എനിക്കിപ്പം ഇവരെ ആകെ അറസ്റ്റ് ചെയ്ത് ശിക്ഷിക്കണം അങ്ങനെയൊന്നും അല്ല. കുറ്റം ചെയ്താൽ ശിക്ഷിക്കണം. പക്ഷെ ഞാനതൊന്നും ഉദ്ദേശിക്കുന്നില്ല. ഇവരുടെ കുറെ ആളെ എന്തെങ്കിലും അറസ്റ്റ് അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അങ്ങനെ കുറ്റകൃത്യം ചെയ്യുന്നവർ വെളിച്ചത്ത് വരണം. അതാരാന്നുള്ളത് മനസ്സിലാവണം. ഇവരുടെ സ്വന്തം തെരഞ്ഞെടുപ്പ് പ്രചരണ പേജായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ അറിഞ്ഞിട്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവുക. അതും ഒന്ന് മാത്രമല്ല, ഒരു ഇന്റൻഷനലായിട്ട് ചില ഒരേപോലെ ഇങ്ങനെ ഒന്ന് അമരുമ്പോൾ അത് നശിക്കുമ്പോൾ അടുത്തത് എടുത്തിടുക. അങ്ങനെയാണ് ആത്മീയാചാരനായിട്ടുള്ള കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ലെറ്റർ പാഡ് വെച്ചിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹമൊക്കെ അങ്ങനെ ചീപ്പായിട്ട് പെരുമാറുന്ന ആളാണോ? ആശയപരമായിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാവും, പക്ഷെ അങ്ങനെ പെരുമാറുമോ? അദ്ദേഹത്തിന് എത്ര അനുയായികളും അദ്ദേഹത്തെ വളരെയേറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളുകളില്ലേ സമൂഹത്തില്? ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ അതിലെല്ലാം ഉള്ള ആളുകളൊക്കെ ഇല്ലേ? അപ്പോൾ അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറഞ്ഞ എന്നെ ബോംബമ്മാന്ന് വിളിക്കണമെന്ന് അങ്ങനെ കാന്തപുരം ഉസ്താദ് പറയുമോ? അപ്പൊ ഞാൻ അതിശയപ്പെട്ടു പോയി. ഞാൻ അവിടെ വിളിച്ചു ചോദിച്ചു അവരുടെ ഓഫീസിൽ. അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി കണ്ടിട്ട്, ഇത് ശരിയല്ല. അവരുടനെ പത്രക്കുറിപ്പ് കൊടുത്തു. അവർ ലീഗൽ ആക്ഷനും എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല, അത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതിന് പോലും ധൈര്യപ്പെടുക. അപ്പൊ പരാക്രമമാണ്. അവസാനത്തെ ലാപ്പിൽ എങ്ങനെയാണ് എന്നെ വെറുപ്പിക്കുക ജനങ്ങളുടെ മനസ്സിൽ, അതിനു വേണ്ടിയുള്ള പരാക്രമം. ഇദ്ദേഹത്തെ പോലുള്ള ഒരാള് ഇങ്ങനെ പറഞ്ഞാൽ ഉസ്താദടക്കം ഇങ്ങനെ പറയുന്നു, അപ്പൊ ഈ ടീച്ചർ വളരെ മോശമാണെന്ന് 10 പേര് ചിന്തിച്ചാൽ അങ്ങനെ ആയല്ലോ എന്നുള്ള ഒരു
ധാരണയാണ്. എന്ത് വിഡിത്താണത്. അല്ല, ഒരു കേൾക്കുമ്പോ തന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഒരു വ്യക്തിഹത്യ, അത് ഈ രീതിയിൽ ക്യാരക്ടർ ടീച്ചറെ പോലെ ഒരാളുടെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അത് ഒട്ടും രാഷ്ട്രീയത്തിൽ ഒട്ടും സ്വാഗതം ചെയ്യരുതാത്ത ഒരു പ്രവണത. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ചീപ്പായിട്ടുള്ള നമുക്കെല്ലാം ഒരു സമൂഹത്തിലൊരു ഒരു വ്യക്തിത്വം ഇല്ലേ. നമ്മളെല്ലാം പ്രവർത്തന വർഷമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന്റെ ഇടയിൽ ഞാനൊരിക്കലും ഈ എന്റെ തൊണ്ടലേശം പൊടിപാറിയിട്ട് ശബ്ദം അടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഒച്ചയെടുത്ത് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചിലമ്പലുണ്ടാവും. അത് കേട്ടിട്ട് ഇനിയിപ്പം ഞാൻ വളരെ ദുർബലയായിട്ട് പറയാനൊന്നും തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ എനിക്ക് വൈകാരികമായിട്ട് തന്നെ എനിക്ക് അത് നന്നായിട്ട് ഫീൽ ചെയ്തു. കാരണം ഇത്രയും വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനെയൊരു ഞങ്ങളുടെ നാട്ടുമ്പുറത്ത് ചൊല്ലിലെല്ലാം പറഞ്ഞാൽ ഇതൊരു മോശം നടപടിയാണ്. കാരണം എല്ലാ ആശയും അറ്റവർ കാണിക്കുന്ന അവസാനത്തെ പരാക്രമം എന്നേ ഇതിന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് എന്റെ നാട്ടുകാരിൽ വിശ്വാസമുണ്ട്. ഇനിയിപ്പം എല്ലാവരും ചേർന്ന് എന്താ തീരുമാനിക്കുന്നത് അത് അംഗീകരിക്കും. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നവർ അങ്ങനെയല്ലേ. ഞാൻ ഇന്നതാണ് വലിയ അങ്ങനെ ഒരു മഹത്വം എന്നെ കുറിച്ച് പറഞ്ഞാൽ അന്നത് എല്ലാവരും അംഗീകരിക്കുമോ? ഇനി ഞാൻ വളരെ മോശമെന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ച് അറിയുന്നവരത് കേൾക്കുമോ? നമ്മൾ എന്താണെന്ന്. ഇപ്പൊ ഞാൻ ചിലപ്പോ മദർ തെരേസയുടെ ചില വരികളാണ് ഓർമ്മിക്കാറ് ഇത്തരം ഘട്ടങ്ങളിൽ. മദർ തെരേസ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ ഹംബിൾ നത്തിങ് വിൽ ടച്ച് യു, നൈദർ പ്രൈസ് നോർ ഡിസ്ക്രേസ്, ബിക്കോസ് യു നോ വാട്ട് യു ആർ. അല്ലേ? നമ്മള് വളരെ വിനയപൂർവ്വം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടപെടുന്നവരാണെങ്കിൽ ഈ അബ്യൂസ്, ഈ തെറി അതൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷേ യു ഡി എഫ് നേതൃത്വം ഈ വിഷയത്തിനകത്ത് പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? ഇനിയിപ്പോ പറഞ്ഞ പോലെ തന്നെ വ്യക്തിപരമായിട്ട് തന്നെ കെ ശൈലജ എന്നൊരു രാഷ്ട്രീയ നേതാവിനെ എത്രയോ വർഷമായിട്ട് അറിയുന്നവരാണ്. അപ്പൊ യു ഡി എഫ് നേതാക്കൾ ഈ വിഷയത്തിനകത്ത് എടുത്ത സമീപനം അത് ഞെട്ടിച്ചോ? ശരിക്കും എനിക്ക് ഒരു വല്ലാത്ത വിഷമം തോന്നി. അവര് പണ്ട് അയാളിങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇയാളിങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതാണോ ഇപ്പൊ ഇവിടെ ഉണ്ടായത്? ഇവിടെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു അബ്യൂസ് ഉണ്ടായത് ഒരു വാചകം കൊണ്ട് കളിയാക്കിയതല്ലല്ലോ. ഇത് ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കും പോലെ എന്റെ ആശയത്തെ ഗണ്ണിക്കാൻ ഞാൻ പറയാത്ത കാര്യങ്ങൾ, ചിന്തിക്കാത്ത കാര്യങ്ങൾ തുടർച്ചയായി മാതൃഭൂമി ഓൺലൈനിന്റെ വ്യാജ പേജ് ഉണ്ടാക്കിയിട്ട് മാതൃഭൂമിയിൽ ലവ് ജിഹാദ് ഉണ്ട് കെ ശൈലജ. അത് എനിക്ക് അഭിപ്രായമാണെങ്കിൽ ഞാൻ തുറന്നു പറയില്ലേ? ഞാൻ അതിനെതിരായിട്ട് ഒരു ചർച്ചയിൽ പങ്കെടുത്തതാണ്. കാരണം ഞാൻ അന്ന് പറയുമ്പോഴും അതാണ് പറഞ്ഞത്, നല്ലതും ചീത്തയായിട്ടുള്ള ആളുകൾ എല്ലാ വിഭാഗത്തിലും ഉണ്ടാവും. പക്ഷെ ഒരു മതവിഭാഗത്തെ ആകെ വല്ലാതെ മോശമാക്കുന്ന രീതിയിൽ 33,000 പെൺകുട്ടികളെ കേരളത്തിൽ നിന്ന് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? ഞാനൊരു ബർക്കാദത്തിന്റെ ഒരു ഇന്റർവ്യൂവിൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ ഈശ്വറും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 33,000 പേരെ എന്ന് ഉത്കണ്ഠയോടെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 33,000 പേരൊക്കെ കേരളത്തിൽ നിന്ന് കാണാതാവുമ്പോൾ നമ്മൾ നാടറിയില്ലേ? അപ്പോ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടായിരുന്നു, അതിനകത്ത് ഞാൻ പേര് മറന്നു. അദ്ദേഹം പറഞ്ഞു, ടീച്ചർ ആകെ 3 പേരാണ് ദുരൂഹമായ സാഹചര്യത്തിൽ കേരളത്തിൽ കാണാണ്ടായിട്ടുള്ളത്. അത് എവിടെയാ പോയെന്ന് ഉറപ്പ് പറയാനും പറ്റൂല. ഞാൻ പറഞ്ഞു, 3നെ 33,000 ആക്കുമ്പോഴുണ്ടാകുന്ന ഒരു അപകടമില്ലേ? ഈ സമൂഹത്തിൽ ജനങ്ങൾ വല്ലാതെ അസ്വസ്ഥരാകില്ലേ? അതായത് ടീച്ചറെ മത ന്യൂനപക്ഷങ്ങളിൽ നിന്ന് അകറ്റുക, അവരുടെ ഒരു വെറുപ്പിലേക്ക് ടീച്ചറെ എത്തിക്കുക, ആ ഒരു നീക്കത്തിലേക്ക് കടക്കുക. അതിന് പിറകിൽ കൃത്യമായിട്ട് രാഷ്ട്രീയ നീക്കം തന്നെ ഉണ്ട് എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിക്കാൻ കഴിയും. അതായിരിക്കണം. അത് ഇനി വേറെ ഒരു ആയുധവും ഇല്ല. എന്നാൽ ഇവർക്കെതിരെ ഇത് പ്രയോഗിച്ചു നോക്കാം എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഇലക്ഷനിൽ ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമൊന്നുമില്ല. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. മതേതരത്വത്തിന് വേണ്ടി വാദിക്കുന്നു എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിന് വേണ്ടി വാദിക്കുന്നു എന്നല്ല അതിന്റെ അർത്ഥം. മതന്യൂനപക്ഷ വിഭാഗത്തെയും ഭാഷാ ന്യൂനപക്ഷത്തെയും എല്ലാം പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജനാധിപത്യ രാഷ്ട്രത്തിലെ ഭരണാധികാരികൾക്കുണ്ട്. അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ നാട്ടിലുണ്ടാകുന്നത് കടുത്ത അസ്വസ്ഥതയായിരിക്കും. ഈ ലീഗ് ഈ വിഷയത്തിനകത്ത് കൃത്യമായ നിലപാട് പറയുന്നില്ല. ലീഗ് നേതാക്കൾ വ്യക്തിപരമായിട്ട് വിളിച്ച് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചിരുന്നു? ഇല്ല, അവരാരും എന്നെ വിളിച്ചിട്ടില്ല. അവരാരും ചില പ്രാദേശിക സുഹൃത്തുക്കൾ, അവരെ ഇപ്പൊ ഞാൻ അങ്ങനെ അവരൊരു വലിയ ഉയർന്ന നേതാക്കൾ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ തീരെ താഴ്ന്ന പ്രവർത്തകർ മാത്രമല്ല, പ്രാദേശികമായിട്ടുള്ള ചില നേതാക്കൾ അവർ ചിലർ വിളിച്ചിരുന്നു. ഞാൻ അവരുടെ പേര് വെളിപ്പെടുന്നില്ല, കാരണം അവരുടെ പാർട്ടിക്കകത്ത് അവർക്ക് അതൊരു അസ്വസ്ഥത ഉണ്ടാവണ്ടെന്ന് വെച്ചിട്ട്. ഉയർന്ന നേതാക്കളൊന്നും ആരും എന്നെ വിളിച്ചിട്ടില്ല. ടീച്ചർ ഞങ്ങൾ നോക്കുന്നുണ്ട്, അങ്ങനെ വന്നതിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്, അങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെയൊന്നും പറയുന്നൊരു രീതി ഇല്ല എന്നാ തോന്നുന്നത്. ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. അവരെന്താ വെച്ചാൽ അവരുടെ സ്റ്റാൻഡിൽ നിന്നോട്ടെ. ഞാൻ ഒന്നും കൂടുതൽ പറഞ്ഞിട്ടില്ല. എന്റെ കയ്യിൽ വന്നിട്ടുള്ള ചില തെളിവുകൾ, ചില പോസ്റ്റുകൾ, ചില പേജുകൾ, വ്യാജ പേജുകൾ, അത് വെച്ചിട്ട് ഞാൻ ആദ്യം മിണ്ടാതിരുന്നതാണ്, നെഗ്ലക്ട് ചെയ്യാന്ന് വെച്ചതാണ്. പിന്നെ അവസാനം ഇത് ഇനിയിപ്പോ ഇലക്ഷന്റെ അടുത്ത ദിവസം വേറെന്തൊക്കെ വരുന്ന ആർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും?
നമുക്ക് മറുപടി പറയാൻ പോലും കഴിയുന്നതിന് മുമ്പേ നുണ, ഒരു ചൊല്ലുണ്ടല്ലോ, സത്യം ചെരുപ്പിടുമ്പോഴേക്കും നുണ 100 കാതം സഞ്ചരിച്ചിരിക്കും എന്നുള്ളത്. നമ്മളിത് ആളുകളോട് ഇങ്ങനെയല്ല, സത്യാവസ്ഥ ഇതാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പേ ഈ നുണ വ്യാപകമായിട്ട് കുടുംബങ്ങളിൽ എത്തിച്ചേരില്ലേ? അപ്പോഴും UDF വനിതാ MLA-മാര് KK രമയും ഉമാ തോമസും ഇന്നലെ സംസാരിച്ചു. പക്ഷെ അത് ഇങ്ങനൊരു സംഭവത്തിൽ ഞങ്ങൾ അതിനെ അപലപിക്കുന്നു എന്ന് മാത്രമാണോ പറഞ്ഞത്? അതെ, അവർ പറഞ്ഞത് ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പറഞ്ഞതിനെല്ലാം അവഗണിക്കുന്നു. അത്രയെങ്കിലും അവർ പറഞ്ഞല്ലോ. പിന്നെ അവർക്കൊക്കെ അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അവർ പറഞ്ഞാൽ ഇപ്പോൾ ഒരു പൊളിറ്റിക്കലായിട്ട് ടെൻസ്ഡായി നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പക്ഷേ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി, അതായത് ഇത് എതിർ സ്ഥാനാർത്ഥിക്ക് ദോഷകരമായി വരുന്നോ എന്ന ഭീതിയിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ആ സഹോദരിമാർ വല്ലാണ്ട് പാടുപെട്ടു. എനിക്കതിൽ വിരോധമൊന്നുമില്ല. ഞാൻ ഉമയും രമയും ഒക്കെ എന്റെ സ്വന്തം സഹോദരിമാരായിട്ട് കാണുന്നുള്ളൂ. അത് വെറുതെ ഒരു നാട്യത്തിന് വേണ്ടിയുള്ളതല്ല. അവരോടൊക്കെ എനിക്ക് യാതൊരു വെറുപ്പുമില്ല. അവരവരുടെ ശരിയാന്ന് തോന്നിയ ആശയത്തിന്റെ ഭാഗമായിട്ട് അവർ പ്രവർത്തിക്കുന്നു. എനിക്ക് ശരിയായത് ഇടതുപക്ഷ ആശയഗതികളാണ്, ഞാൻ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു. അപ്പൊ അതിൽ ഞാനെന്തിനാ അവരോട് വെറുക്കുന്നത്? പക്ഷേ ഇമാതിരി ഇത്രയും വൃത്തികെട്ട നുണ ഉൽപാദനം കണ്ടാൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി പണ്ട് കഴിഞ്ഞതും ഇതൊക്കെ എടുത്ത് ബാലൻസ്ഡ് ആക്കാൻ ശ്രമിക്കുന്നത് വൃഥാവിലാണ്. അതെല്ലാം അപ്പോൾ നമുക്ക് പറഞ്ഞു പോകാം. പക്ഷെ ഇതൊരു സ്ഥാനാർത്ഥിക്കെതിരെ മനഃപൂർവ്വം ഓരോ ദിവസം ഓരോന്ന് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയല്ല എന്ന് പറയാൻ അവർക്കാർക്കും കഴിയുന്നില്ല. ഇന്നലെ അത് പറഞ്ഞ സമയത്ത് KK രമ പറയുകയുണ്ടായി, ആ പറച്ചില് പോലീസ് എന്ത് ചെയ്തു എന്നൊരു ചോദ്യമാണ്. അതായത് അതിനൊരു വിലയിരുത്തൽ വന്നത് ആഭ്യന്തര വകുപ്പിനെ പരോക്ഷമായിട്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇടതുപക്ഷം ഭരിക്കുന്ന സർക്കാർ ഇത്രയും ദിവസം പരാതി കൊടുത്തിട്ടും ഒന്നും ചെയ്തില്ല എന്ന തരത്തിൽ അതിനെ ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടന്നുല്ലേ? എന്താ ചെയ്യാ? അതായത് ഈ വൃത്തികേട് അത്രയും ഉണ്ടായിട്ട് ഇതൊന്നും ഈ പോസ്റ്റ് ചെയ്തവരുടെ കുറ്റമല്ല, പോലീസ് പിടിക്കാത്തതിന്റെ കുറ്റ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. വ്യക്തമായി ചില പേജുകൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ഈ വൃത്തികേട് മുഴുവൻ പോസ്റ്റ് ചെയ്ത ആളുകൾ അവർ ജീവിച്ചിരിപ്പുണ്ടല്ലോ, അവർ ഈ നാട്ടിന്റെ ഏതോ ഭാഗത്തുണ്ടല്ലോ. അത് അവരുടെ കുറ്റേ അല്ല. എന്താ കുറ്റം? പോലീസ് പിടിക്കാത്ത കുറ്റമാണ്. സൈബർ കേസുകളിൽ ഒരുപാട് കേസുകളിൽ കേരള പോലീസ് നടപടിയെടുത്തിട്ടുണ്ട്, അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു കേസ് കിട്ടിയ ഉടനെ തന്നെ ചാടിച്ചെന്ന് ഇത് നിങ്ങളാണെന്ന് ഉടനെ ഉറപ്പിച്ച് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനല്ലല്ലോ നമ്മൾ പരാതി കൊടുക്കുന്നത്. വ്യക്തതയോടെ അന്വേഷണം നടത്തുക. ഇത് വളരെ സൂത്രവേലയായി ഈ നവമാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അത് കണ്ടുപിടിക്കാൻ കഴിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല, കഴിയും. അതിന്റെ അന്വേഷണം നടത്തുന്നുണ്ട്. പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പോലീസൊക്കെ ഏറെക്കുറെ ഇലക്ഷൻ കമ്മീഷണർ കൂടി നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. എല്ലാ പ്രദേശത്തും അങ്ങനെയാണ്. ഇലക്ഷൻ കമ്മീഷണറുടെ ഒരു ഓവറോൾ നിയന്ത്രണം ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ പോലീസ് അന്വേഷിക്കുക. അതുകൊണ്ട് ഈ പറഞ്ഞ ഈ നുണ ഫാക്ടറി പൂട്ടിക്കാൻ കഴിയാത്തത് കേരള പോലീസിന്റെ കുറ്റമാണ് എന്ന് പറയാൻ പറ്റുമോ? ഒരിടത്ത് നടപടി എടുക്കുമ്പം വേറൊരു പേരിൽ അപ്പുറത്ത് മുളച്ചു പൊന്തുകയല്ലേ? ഈ സമൂഹത്തിൽ അതിന് എളുപ്പം സാധിക്കുമല്ലോ. അപ്പൊ അവരെന്താ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ അവരൊന്നും യാതൊരു കുറ്റവും പറയുന്നില്ല. ഇന്നലെ നമ്മൾ വടകര MP K മുരളീധരനോട് ഈ വിഷയം ചോദിക്കുകയുണ്ടായി. അത് ചോദിച്ചിട്ടാണ് ഞാൻ വടകരയിലേക്ക് വന്നത് തന്നെ, തൃശ്ശൂർ. അപ്പൊ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ, പക്ഷേ ആ ബോംബ് രാഷ്ട്രീയം ആയിട്ട് ബന്ധപ്പെട്ട് അത് സ്ഥാനാർത്ഥി അറിയാണ്ടല്ല അത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ആ വിഷയത്തിന് പിറകിലല്ല നിൽക്കുന്ന CPM ആണ്. അപ്പോൾ ആ വിഷയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ആരോപണത്തിലേക്ക് വരികയാണ് എന്നുള്ള ഒരു പരാമർശം K മുരളീധരനെ പോലുള്ള ഒരു നേതാവാണ് നടത്തുന്നത്. അതൊക്കെ ജനം മനസ്സിലാക്കില്ലേ പറയുന്നതിന്റെ ഒരു നിലവാരം. കാരണം ഞാൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുകയാണ്. വ്യക്തമായി ചില പേജുകൾ, കള്ളപ്പേജുകൾ, അതിനകത്ത് വ്യക്തമായ പരാമർശങ്ങൾ, അതും വെച്ച് നടത്തുമ്പോൾ നിങ്ങൾ ആട്ടിൻകുട്ടിന്റെയും ചെന്നായിന്റെയും കഥ പറഞ്ഞാൽ ശരിയാവോ? നീയല്ലേ നിന്റെ തന്ത പണ്ട് വെള്ളം കലക്കിയിരുന്നു എന്ന് പറയുന്ന രീതി പറയുന്നത് ശരിയാണോ? അപ്പോൾ ബോംബിന്റെ ഒക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ബോംബ് സ്ഫോടനത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. മാത്രമല്ല ആ സ്ഫോടനത്തിൽ പരുക്കേറ്റ ഒരു യുവാവിന്റെ രക്ഷിതാവ് നാണുവേട്ടൻ ഞങ്ങളുടെ പാർട്ടി അനുഭാവിയാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്റെ മകനെ കറക്റ്റ് ചെയ്യാനാവുന്നതും ശ്രമിച്ചു. ഞാൻ മാത്രമല്ല എന്റെ പാർട്ടിയും ശ്രമിച്ചു കറക്റ്റ് ചെയ്യാൻ. ചില കുട്ടികൾ ഇങ്ങനെ തലതിരിഞ്ഞ് പോകുമ്പോൾ ചെറുപ്പക്കാര് നമ്മളതിനെ കറക്റ്റ് ചെയ്യാൻ, CPM-നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത എന്താ? കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. കറക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നില്ലെങ്കിൽ പാർട്ടിയായിട്ടൊരു ബന്ധമില്ല, ഇനി പാർട്ടിയുമായിട്ട് ബന്ധപ്പെടരുത് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. ഈ കുട്ടികളെ അങ്ങനെ മാറ്റി നിർത്തിയവരാണ് പലരും. അപ്പോൾ ഞങ്ങളാരുമല്ല, ഞാൻ അറിയുന്നില്ല. നാണുവേട്ടൻ ഇങ്ങനെ പറഞ്ഞു എന്നല്ല പിന്നെയാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ എനിക്കറിയാം നാണുവേട്ടനെ, പക്ഷെ ഇങ്ങനെയാണ് അറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാനും എന്റെ പാർട്ടിയും കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, കേട്ടില്ല. അപ്പൊ അതിന്റെ ഫലമായിട്ടുണ്ടായതാണ്. അപ്പൊ തികച്ചും ഒറ്റപ്പെട്ട് തികച്ചും ചില
ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റംകാരനുണ്ടായ ഒരു പ്രാദേശിക സംഭവത്തെ അതും ഇതുമായിട്ട് തുലനം ചെയ്യാം. അത് ഞങ്ങൾക്ക് ആർക്കും ഒരു പങ്കുമില്ല എന്നുള്ള നാട്ടുകാർക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ടീച്ചറെ, എന്നാലും ഞാൻ ചോദിക്കുന്നത്, നല്ല പ്രചാരണം ആദ്യം തുടങ്ങിയത് ഇടതുപക്ഷമാണ്, ടീച്ചറാണ്. അത് വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബോംബ് സ്ഫോടനം ഉണ്ടാവുന്നത്. ആ സമയത്ത് അത് കുറച്ചൊന്ന് പ്രചാരണത്തെ ഒന്നൊരു പ്രതിരോധത്തിലാക്കിയോ? അങ്ങനെ തോന്നിയോ ആ സമയത്ത്? പ്രചരിപ്പിക്കാൻ വേണ്ടി LDF ശ്രമിച്ചിരുന്നു, ഇതെന്തോ CPM ആണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി, കാര്യങ്ങൾ വിശദീകരിച്ചു, പ്രതികൾക്കെതിരെ കേസെടുത്തു, അവരെ എല്ലാവരെയും മിക്കവാറും അറസ്റ്റ് ചെയ്തു. അപ്പം ജനങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവരെ എല്ലാവരുടെയും ഒളിപ്പിച്ചിട്ടിരുത്തായിരുന്നല്ലോ, നമുക്ക് അങ്ങനെയും ചെയ്യാലോ വേണമെങ്കിൽ. അങ്ങനെയല്ലല്ലോ ചെയ്തത്. അപ്പം ജനങ്ങൾക്ക് അത് ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഒരു ആരാണ് എന്താണ് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. പക്ഷെ ഇപ്പം അല്പം പോലും നിലനിൽക്കുന്നില്ല. ബഹുജനങ്ങളാകെ, പ്രത്യേകിച്ച് ആ പരിസര പ്രദേശത്തുള്ള എല്ലാ പാർട്ടിക്കാർക്കും അത് മനസ്സിൽ. പിന്നെ കരുതിക്കൂട്ടി ഇതിനുവേണ്ടി ഇങ്ങനെ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നവരെല്ലാ പ്രദേശത്തും ഉണ്ടാവും. അതല്ലാതെ അതിന്റെ മേലെ ഞങ്ങളുടെ പാർട്ടിയാണ് അങ്ങനെ ചെയ്യിപ്പിച്ചത് എന്നുള്ളത് തരുമ്പം ജനങ്ങൾക്ക് അഭിപ്രായമില്ല. അന്ന് ആ സമയത്ത് ഒരു പ്രചാരണം വന്നു ഈ വിഷയത്തില്. CPM നേതാക്കൾ എടുത്ത പ്രതികരണവും അവരുടെ സമീപനവും ഒക്കെ ടീച്ചർക്ക് വിഷമമുണ്ടായി. ടീച്ചർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരുന്നില്ല അവരുടെ പ്രതികരണങ്ങൾ എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമൊക്കെ ആ ഭാഗത്തെ സമയത്ത് ബോംബ് സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതിനുശേഷം മറ്റ് CPM നേതാക്കൾ സ്വീകരിച്ച നിലപാടൊക്കെ അത് ടീച്ചർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായിരുന്നു എന്നുള്ള ചില വിലയിരുത്തലുകളൊക്കെ ഒരു വശത്തു നിന്നൊക്കെ വന്നിരുന്നു. അല്ല, എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു നിലപാടും എടുത്തിട്ടില്ലല്ലോ. ആദ്യം പ്രതികരിച്ചത് അവിടുത്തെ ഏരിയ സെക്രട്ടറിയാണ്. ഇതിൽ ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല പാർട്ടിക്ക്. പാർട്ടി തള്ളി പറഞ്ഞ കുറച്ച് ആളുകളാണത്. അത് തന്നെയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. വേറെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം, അതാണ് പാർട്ടിയുടെ അഭിപ്രായം. അതുപോലെ തന്നെ അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ പ്രതികരണം, അതാണ് പാർട്ടിയുടെ സ്റ്റാൻഡ്. അപ്പോൾ അതിൽ എനിക്ക് ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട, എന്നെ യാതൊരു തരത്തിലും പ്രയാസം ഉണ്ടാക്കേണ്ട കാര്യമല്ല. ഞാൻ UDF സ്ഥാനാർത്ഥിയുടെ മറ്റൊരു ആരോപണത്തിലേക്ക് വരുന്നത് കള്ളവോട്ട് നടക്കുകയാണ്, അതുകൊണ്ട് കേന്ദ്ര സേന വരണം, കേന്ദ്ര ഉദ്യോഗസ്ഥർ വരണം എന്നൊക്കെ ഉള്ള വലിയ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഈ പ്രശ്നം വന്നല്ലോ, ഈ നുണ വ്യാപാരത്തിന്റെ. ജനങ്ങൾ ഏതായാലും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ഇവർ ചെയ്ത് ശരിയല്ല എന്നൊരു പൊതുവികാരത്തിലേക്ക് സമൂഹം വന്നു. അങ്ങനെ വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ എന്താണ് ഇപ്പം നടത്തേണ്ടത്? സമയമെല്ലാ സമയത്ത് ഇലക്ഷന്റെ തൊട്ടടുത്ത ദിവസമാണെങ്കിലും വേണ്ടില്ല. ഇത് വന്നതിന്റെ പിറ്റേന്ന് കള്ളവോട്ടുണ്ട്, കേന്ദ്രസേന ഇറങ്ങണം എന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാർ അംഗീകരിക്കുമോ അത്? കേന്ദ്രസേന ഇറങ്ങിയ ഞങ്ങൾക്കെന്താ? കേന്ദ്രസേനയിലെ ഏത് പട്ടാളം ഇറങ്ങിയാലും ഞങ്ങളുടെ പ്രവർത്തകർ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ബഹുജനങ്ങൾ സത്യസന്ധമായിട്ട് വോട്ട് ചെയ്യും. ഞങ്ങൾക്കൊരു സേനയും വരുന്നതിലൊന്നും യാതൊരു തടസ്സമില്ല. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ താരതമ്യേന മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ ഇലക്ഷൻ നടക്കുന്ന സംസ്ഥാനമാണ്. മുമ്പ് ഞാൻ കൂത്തുപറമ്പ് ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ബീഹാറിൽ നിന്നോ മറ്റോ വന്ന ഒബ്സർവർ ഞങ്ങളെല്ലാ സ്ഥാനാർത്ഥികളെയും വിളിച്ച്, എന്നെ AD മുസ്തഫ സാറിനെയൊക്കെ വിളിച്ചു ഒരുമിച്ച് കള്ളവോട്ടിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് പരാതിയുണ്ടോ? പരാതി കൊടുക്കണം നേരത്തെ. അപ്പോൾ എന്നേക്കാൾ മുമ്പേ AD മുസ്തഫ സാർ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹമാണ് പറഞ്ഞത് കേരളത്തിൽ എന്ത് കള്ളവോട്ട് എന്ന് പറഞ്ഞു മുസ്തഫ സാറ്. ഞങ്ങൾ വ്യക്തിപരമായിട്ട് അതാ ഞാൻ പറഞ്ഞ, അവർക്കൊക്കെ എതിരായിട്ട് ഞാൻ മത്സരിക്കുമ്പോഴും ഇത് മാന്യമായിട്ടുള്ള പെരുമാറ്റമായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഉടനെ എന്നോട് ചോദിച്ചു നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞു തന്നെയാണ് എൻ്റെ അഭിപ്രായം, കേട്ടില്ലേ? അപ്പോൾ അദ്ദേഹം തമാശക്ക് ഓഫ് റെക്കോർഡായിട്ടാണ് പറഞ്ഞത്, ഇവിടെയല്ല നോർത്ത് ഇന്ത്യയിലൊക്കെ പോയ ബൂത്തൊക്കെ ക്യാപ്ചർ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾക്ക് ശീലം. പിന്നെ ഇവിടെ അങ്ങനെയൊന്നുമില്ല, വളരെ ആളുകൾ ക്യൂ നിൽക്കുന്നു, വോട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും നിങ്ങൾ 2 എതിരാളികൾക്കും സ്ഥാനാർത്ഥികൾക്ക് പരാതിയുണ്ടോ അത് രേഖപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചു വരുത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്, എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ തീരെ ഇല്ല എന്നൊന്നും പറയാൻ കഴിയില്ല, ഉണ്ടായിട്ടുണ്ടാവാം. അത് പർവ്വതീകരിച്ചിട്ട് കേരളത്തിലാകെ കള്ളവോട്ട് അങ്ങനെയാണോ? അത് ആരാ സമ്മതിക്കുക? അപ്പോൾ അത് പറയുന്നതെല്ലാം നമ്മുടെ നാടിനെ ഒരു അപഹസിക്കലാണത്. കേരളത്തെ ആകെ ഒരു അപഹസിക്കും പോലെ കേന്ദ്രസേന ഇറക്കണം എന്നല്ല ഒരു UDFന്റെ നേതാവ് പറയുമ്പോൾ ഞാനതിനെന്താ പറയേണ്ടത്? UDF മൊത്തത്തിൽ ആലോചിക്കട്ടെ, കേന്ദ്രസേന ഇറങ്ങണോ വേണോ എന്നുള്ളത്. UDFന്റെ തീരുമാനമായിട്ട് അവർ കേന്ദ്രത്തോട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടട്ടെ. മത ന്യൂനപക്ഷങ്ങളെ ബേസ് ചെയ്തിട്ടാണല്ലോ നേരത്തെ ആ തരം പോസ്റ്ററുകളൊക്കെ ഇറങ്ങിയതുകൊണ്ട് ചോദിക്കാം, ഒരു മുസ്ലിം വോട്ടുകളുടെ ഒരു ഏകീകരണം വല്ലാണ്ട് പ്രതീക്ഷിക്കുന്നുണ്ട് UDF ക്യാമ്പ്? അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവാം, പക്ഷെ അതൊന്നും നടക്കില്ല.
കാരണം നമ്മൾ ഹിന്ദു മുസ്ലിം അല്ല, ഈ നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കേണ്ട അന്തരീക്ഷം ഉണ്ടാക്കാൻ അത് മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ആഗ്രഹിക്കുന്നവരല്ലേ മഹാഭൂരിപക്ഷവും. ഇപ്പൊ നോക്കൂ, ഈ കേരളത്തിന്റെ ഒരു സമാധാനം എത്ര വലുതാണ്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയാറുണ്ട്, ഒരു പറമ്പത്ത് പള്ളി, മറ്റേ പറമ്പത്ത് മോസ്ക്, മറ്റേ പറമ്പത്ത് അമ്പലം, അല്ലേ? നമ്മൾ ഏത് ഈശ്വരനെ വേണമെങ്കിലും പ്രാർത്ഥിക്കാം, ഏത് സ്കൂളിലും കുട്ടിയെ ചേർക്കാം, ഏത് ആശുപത്രിയും ചികിത്സയ്ക്ക് ചെല്ലാം. അങ്ങനെ ഒരു വേർതിരിവില്ലാത്ത, എന്നാൽ ആരാധനയൊക്കെ കൃത്യമായിട്ട് നടക്കുന്നു. മതപരമായിട്ടുള്ളത് 5 നേരം നിസ്കരിക്കാൻ കുഴപ്പമില്ല, അമ്പലത്തിൽ പോയി ഭജന ഇരിക്കാൻ കുഴപ്പമില്ല, പള്ളിയിൽ പോയി മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ, ഇതെല്ലാം നമ്മൾ ഏറെ സഹിഷ്ണുതയോടെയും ഒട്ടൊരു പരസ്പര ബഹുമാനത്തോടെയും കാണുന്ന ഒരു സ്ഥലമല്ലേ കേരളം. ഈ കേരളം പോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളാകണമെന്നല്ലേ ഞങ്ങൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഈ സമാധാനത്തിന്റെ പിൻബലം എന്താ? അത് ഇടതുപക്ഷത്തിന്റെ കരുത്താണെന്ന് മനസ്സിലാവാത്ത ഏത് ആളുകളാണ്, പൗരന്മാരാണ് കേരളത്തിലുള്ളത്. അത് ഇവിടുത്തെ അല്ലായിരുന്നെങ്കിൽ ഉത്തർപ്രദേശും മധ്യപ്രദേശിലും പണ്ടേ ഇതുപോലെ ആവണ്ടേ, ഇത്രയും സഹിഷ്ണുതയിലാവണ്ടേ? അപ്പൊ ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ ഒരു വളരെ ബോൾഡായിട്ടുള്ള സുചിന്തിതമായിട്ടുള്ള ഇടപെടലുകൾ, അത് ഈ മതസൗഹാർദ്ദം നിലനിൽക്കുന്നതിന്, സമാധാനം നിലനിൽക്കുന്നതിന് വളരെ പ്രധാനമാണെന്ന് കൂടുതൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും ഭൂരിപക്ഷ മതത്തിലുള്ള ജനാധിപത്യ വിശ്വാസികളും എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൽ മതത്തിന്റെ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ തെറ്റ് പ്രചരിപ്പിച്ചിട്ട് കേരളത്തിലെ മതന്യൂനപക്ഷ വിഭാഗത്തെ ആകെ അങ്ങനെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നാണ്. അവരൊന്നും അങ്ങനെയല്ല, കേട്ടില്ലേ? അവരൊന്നും അങ്ങനെ ഒരു റിലീജിയസ് ആയിട്ട്, ഒരു പോളറൈസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നവരല്ല. മൊത്ത സമാധാനത്തിനും മൊത്ത ഐശ്വര്യത്തിനും വേണ്ടി ചിന്തിക്കുന്നവരാണ് ഈ മതങ്ങളിലെല്ലാം ഉള്ളത്. അതുകൊണ്ട് അങ്ങനെ നുണപ്രചരണം നടത്തി പോളറൈസേഷൻ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ഒരിക്കലുമില്ല. അവര് അതാണല്ലോ ഈ പേജൊക്കെ ക്രിയേറ്റ് ചെയ്തത്, അങ്ങനെ ആഗ്രഹിച്ചിട്ട്. പക്ഷെ അത് ബൂമറാങ്ങാണ്. ഞാനത് പറഞ്ഞു, അത് അവർക്ക് തന്നെ വിനയാകും. കേട്ടില്ലേ? അത് അവർക്ക് തന്നെ വിനയായിട്ട് ഇപ്പൊ ആളുകൾ പറഞ്ഞു തുടങ്ങി, ഇത് ശരിയല്ല, ഇങ്ങനെ ചെയ്തത് ശരിയല്ല എന്ന്. ഞാൻ എല്ലാ മതവിഭാഗത്തിലും പെട്ട മനുഷ്യരെ ബഹുമാനിക്കുന്നു. പൗരന്മാർ എന്നുള്ള നിലയിൽ എനിക്ക് അവർ തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോ അവര് ശരിയായ തീരുമാനം എടുക്കും, ഉചിതമായ. മണ്ഡലത്തിലെ സ്ത്രീ വോട്ടർമാര് ഈ വിഷയത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയും വേണമെന്നും കൂടെ ടീച്ചർ ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ. ഇങ്ങനെ ഒരു വിഷയം നടന്നപ്പോൾ അങ്ങനെയാണെങ്കിൽ ടീച്ചർ വനിതാ വോട്ടർമാരോട് ആ വിഷയത്തിൽ എന്താണ് പറയുക? ഞാൻ എന്റെ ബഹുമാന്യരായിട്ടുള്ള സഹോദരിമാരോട് പറയുന്നത്, എന്നെ നിങ്ങൾക്ക് കുറെ കാലമായിട്ട് അറിയാം. ഞാൻ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഞാൻ പ്രവർത്തിച്ച് വളർന്നു വന്നത് സ്ത്രീകളുടെ ഉന്നമനത്തിന്, അവരുടെ ആശ്വാസത്തിന്, അവരുടെ പദവിക്ക് ഒക്കെ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ കൂടി ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഹിന്ദുവോ മുസ്ലിമോ ആരോ ആവട്ടെ, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുക. പാർലമെന്റിലെത്തിയാലും ഇപ്പോൾ എനിക്ക് ജാതി മത ഭേദമില്ലാതെ ഒരുപാട് പെൺകുട്ടികൾ ഇപ്പോൾ അഭ്യസ്തവിദ്യരായി നല്ല സംരംഭകരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മട്ടന്നൂര് അവിടെ ചാവശ്ശേരിയിലൊരു സംരംഭകരുടെ ഒരു മീറ്റിങ്ങിന് വിളിച്ചു. അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും പർദ്ദയൊക്കെ ഇട്ട് മുസ്ലിം സ്ത്രീകളാണ് മഹാഭൂരിപക്ഷം, ഒരു 4-5 ഹിന്ദു സ്ത്രീകളാണ് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോ ഒരു കാലത്ത് നേരത്തെ ഇത്രയും രംഗങ്ങളിൽ സ്വമേധയാ സ്ത്രീകൾ വരുന്ന ഒരു അവസ്ഥ കുറവായിരുന്നു, അത് ഹിന്ദു ആയാലും മുസ്ലിം ആയാലും. പക്ഷെ ഇപ്പം അവര് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്തൊരു ധാരണയാണ് അവർക്ക് സംരംഭകത്വത്തെ കുറിച്ച്. അവര് വന്നു, എന്നിട്ട് എന്നെ ക്ഷണിച്ചു, ഞാനത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അവരുടെ ഓരോ സംരംഭത്തെയും കുറിച്ച് വിശദീകരിക്കുമ്പം എനിക്ക് മനസ്സിൽ ചാരിതാർത്ഥ്യം ഉണ്ടായി. എത്ര വർഷമായിട്ട് സ്ത്രീകളുടെ ഒരു മുന്നേറ്റത്തിന് പോരാട്ടം നടത്തിയിട്ട് ഗുണഫലം ഉണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ. ഞാൻ നടത്തിയത് കൊണ്ടെന്നല്ല, സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുന്നുണ്ടല്ലോ. അപ്പോൾ ധാരാളം സ്ത്രീകളും പെൺകുട്ടികളും അങ്ങനെ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീകൾ ചിന്തിക്കും, അവർ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും, ഇത് ഞങ്ങളുടെ ടീച്ചർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്നെ കാണുമ്പോഴൊക്കെ പലരും പറയാറുണ്ട്, ടീച്ചറിന്റെ പാർട്ടിയൊന്നുമല്ല, പക്ഷേ സ്ത്രീകൾക്ക് വേണ്ടി ടീച്ചർ പറയുന്നത് ഞങ്ങൾ കേൾക്കാറുണ്ട്. സ്ത്രീ സമൂഹത്തിന് വേണ്ടിയൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട്. ഞങ്ങളുടെ പാർട്ടിയൊന്നും അല്ലെങ്കിലും ടീച്ചറിനോട് ഞങ്ങൾക്ക് കാര്യമാണെന്നൊക്കെ പറയാറുണ്ട്. ഇനി അവരെല്ലാം വോട്ട് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവരോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ഒരു വോട്ട് എനിക്ക് തന്നാൽ സ്ത്രീ സമൂഹത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. സമൂഹത്തിന് മൊത്തത്തിൽ വേണ്ടി, നമ്മുടെ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ഒക്കെ വേണ്ടി ഞാൻ സംസാരിക്കും. അത് കക്ഷി രാഷ്ട്രീയ ജാതിമത ഭേദമില്ലാതെ തന്നെ. കുറെ വർഷമായിട്ട് അറിയുന്ന ഒരാളാണ് ടീച്ചർ, ഏറ്റവും ബോൾഡായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ്. എങ്കിലും ഈ ഒരു വിഷയം കുറച്ചൊന്ന് ദുർബലപ്പെടുത്തി, അസ്വസ്ഥപ്പെടുത്തി എന്നുള്ളത് ശരിയാണല്ലേ? ഇല്ല, ഒട്ടും ദുർബലപ്പെടുത്തിയിട്ടില്ല. മനസ്സിന് ചില അസ്വസ്ഥ, കാരണം നമ്മുടെ സമൂഹം ഇങ്ങനെയായി പോയല്ലോ.
അതും ചെറുപ്പക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ എന്താ അവരുടെ എല്ലാം മനസ്സിലുള്ളത്? അത് ഇങ്ങനെയൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അറ്റാക്ക്, ഒരു തെറ്റായ കാര്യങ്ങൾ എടുത്തുകൊണ്ട്. അപ്പോൾ എനിക്ക് ദുർബലതയൊന്നും, ഞാൻ മന്ത്രിയായപ്പോൾ ഇവർ കരിങ്കൊടിയെല്ലാം കാണിക്കാൻ വന്നിട്ടില്ലേ, ചില ചെറിയ പ്രശ്നത്തിന് പോലും. അതിനെല്ലാം എന്തെല്ലാം രസകരമായ കഥകളുണ്ട്. കരിങ്കൊടി കാണിച്ച കുട്ടികൾ തന്നെ പിന്നെ ഇവിടുന്ന് എന്നെ കല്യാണം വീട്ടിൽ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ ടീച്ചറോട് ഒരു ഫോട്ടോ എടുത്തോട്ടെ ചോദിച്ചു. ഞാൻ ചോദിച്ചു ഇതാരാ? അപ്പോൾ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആഹാ, ഞങ്ങളെ ഓർമ്മയില്ല, ഞങ്ങളാ കരിങ്കൊടി കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളാണ് ആ ഭീകരന്മാരല്ലേ കരിങ്കൊടി കാണിച്ചതെന്ന് തമാശയാക്കി. അപ്പോൾ അവർ പറഞ്ഞു അല്ല, അത് രാഷ്ട്രീയം. പക്ഷെ ഞാൻ പറഞ്ഞു അതെ മക്കളെ, അത് അത്രേ കാണാവുള്ളൂ. അങ്ങനെ പൊളിറ്റിക്കലായിട്ട് എന്നോട് എതിർപ്പുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി കാണിച്ചു, അത് തെറ്റൊന്നുമല്ല. പക്ഷെ വ്യക്തിപരമായിട്ട് അവരെന്നെ വെറുക്കുന്നില്ല എന്നുള്ളതൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഇതങ്ങനെയല്ലല്ലോ. ഇത് ആ നിലവാരമൊക്കെ കഴിഞ്ഞ് അവരെല്ലാം എന്താപ്പാടെ എന്നോട് അനുഭാവം കാണിക്കുന്നുണ്ടോ? അതല്ല. പക്ഷെ ആ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മാന്യതയുണ്ടല്ലോ, അത് കൈവിട്ട് പ്രവർത്തിക്കുന്ന കുറച്ച് ആളുകളെ ജനങ്ങൾ മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹം എനിക്കുള്ളൂ. ഞാനതിലൊന്നും പതറിപ്പോകുന്ന ഒരാളൊന്നുമല്ല. അങ്ങനെ പതറിപ്പോകുന്ന ആളാണെങ്കിൽ എനിക്ക് ഈ വലിയ ക്രൈസിസിനെ ഒന്നും നേരിടാൻ പറ്റുമായിരുന്നില്ല. കേട്ടില്ലേ? അതെല്ലാം എനിക്ക് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രംഗത്ത് ഞങ്ങൾ ആർജിച്ചെടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമൊന്നുമല്ല. ഇപ്പൊ ശ്രീമതി ടീച്ചർ വളരെ ബോൾഡായിട്ട് എനിക്കെതിരായിട്ട് പറഞ്ഞല്ലോ, വൃന്ദാക്കാരായിട്ട് പറഞ്ഞല്ലോ. അവരൊക്കെയാണ് എന്റെ നേതാക്കന്മാര്. അവരൊക്കെ പിന്നെ എടുക്കുന്ന ആ ധൈര്യമുണ്ടല്ലോ, ആർജവും, അത് തന്നെയാണ് സുഭാഷിണി അലി. അതിന്റെ ഭാഗമാണ് ഞാനും. അതുകൊണ്ട് ഞാനങ്ങനെ പെട്ടെന്ന് ദുർബലയായി പോകുന്നൊന്നും കരുതണ്ട. പക്ഷെ ഇത്ര വലിയ വ്യക്തിഹത്യ കണ്ടപ്പോൾ ഒരു ചെറിയ പ്രയാസം ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായും അതിലൊന്നും തളരില്ല കെ ശൈലജ ടീച്ചർ. അത് വടകര പോരാട്ടത്തിൽ ജനങ്ങൾ അത് തെളിയിക്കുകയും ടീച്ചർക്കൊപ്പം നിൽക്കുകയും തന്നെ ചെയ്യും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. വളരെയധികം നന്ദി ടീച്ചർ. നമുക്ക് താങ്ക് യു അപർണ.